ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു വരാൻ പോകുന്ന എപ്പിസോഡ് വിശേഷമാണ് കേട്ടോ. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒടുവിൽ നന്ദുവിന് SI ട്രെയിനിങ് ഒക്കെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ട് സ്വന്തം നാട്ടിൽ തന്നെ പോസ്റ്റിംഗ് ഒക്കെ വരികയാണ്. അതറിയുമ്പോൾ നമ്മുടെ ദേവയാനിക്കൊക്കെ ഒരുപാട് സന്തോഷമാവുകയാണ്. അനാമികയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ. അതേസമയം ദേവയാനി നന്ദുവിന് ഒരു ഐഫോൺ വാങ്ങിച്ച് കൊടുക്കുകയാണ്, അതും അനാമികയുടെ മുമ്പിൽ വെച്ച്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഒരു ദിവസം രാവിലെ തന്നെ നവ്യയ്ക്ക് ഒരു കോള് വരികയാണ് കേട്ടോ. അപ്പോൾ നവ്യ ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, എവിടാ മോളെ നിൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞോ? എന്തുണ്ട് വിശേഷം? അപ്പോൾ ഉടനെ നന്ദു പറയുന്നുണ്ട്, അത് ചേച്ചി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു, അടുത്ത ദിവസം തന്നെ ഞാൻ വീട്ടിലേക്ക് വരും. അത് പോസ്റ്റിംഗ് ഒക്കെ എവിടെയാണ് മോളെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അതേ അത് പറയാനാണ് ഞാൻ വിളിച്ചത്. നയനേച്ചി എവിടെ? നയനേച്ചിയും കൂടെ വിളിക്ക്, ഒന്നിച്ച് നിൽക്കുമ്പോൾ പറയല്ലോ എന്ന് പറയാണ്. അപ്പം നവ്യ ഫോണൊക്കെ ആയിട്ട് അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അപ്പം നയനെ അവിടെയുണ്ട് കേട്ടോ. അപ്പം നയനോട് പറയാണ്, നയനെ ദേ നന്ദുവാ വിളിക്കുന്നേ. എന്താ നന്ദു ഇപ്പം രാവിലെ തന്നെ വിളിക്കുന്നേ? എന്തെങ്കിലും വിശേഷമുണ്ടോ? അവിടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞോ എന്നിങ്ങനെ പറയാണ് നയന. അപ്പോഴേക്കും നവ്യ ഫോൺ നയനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, നയനേച്ചി ഒരു സന്തോഷം പറയാനാണ് വിളിച്ചത്. ഇന്ന് എൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിയും, നാളെ തന്നെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരും. ആഹാ, കൊള്ളാവല്ലോ. എവിടെയാ മോളെ നിനക്ക് പോസ്റ്റിങ്? ദൂരെ എവിടെയെങ്കിലും ആണോ? ഏയ് ദൂരെയല്ല, നമ്മുടെ നാട്ടിൽ തന്നെയാ. ആ സന്തോഷം പറയാനാണ് ഞാൻ വിളിച്ചത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുമെന്ന്. എന്തായാലും നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അപ്പം നവ്യ ഫോൺ പിടിച്ചു മേടിക്കുകയാണ്. എന്നിട്ട് പറയാൻ, ആഹാ കൊള്ളാലോ മോളെ, നമ്മുടെ നാട്ടിൽ തന്നെ ആവുമ്പം ഇവിടെയുള്ള കുറേ കള്ളന്മാരെയും കള്ളികളെയൊക്കെ പിടിക്കാമല്ലോ. ഹോ, എൻ്റെ ആഗ്രഹം അതോടുകൂടി സഫലമാവും. മോളെ നീ മറക്കില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ. കുറച്ച് പേരെ മര്യാദ പഠിപ്പിക്കാനുണ്ട്, അതാരൊക്കെയാണെന്ന് നിനക്കറിയാലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അറിയാം ചേച്ചി, എല്ലാം അറിയാം. എനിക്ക് ഭയങ്കര സന്തോഷമായി, നിങ്ങളെയൊക്കെ കാണാൻ കൊതിയായി. ഇത്രയും നാളും കാണാതിരുന്നതിൻ്റെ വിഷമമായിരുന്നു. എന്തായാലും നാളെ ഞാൻ അങ്ങോട്ട് വരില്ലേ എന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അതേ നാളെ നീ വരുമ്പം നീ ഇങ്ങോട്ട് വരണം അനന്തപുരിയിലേക്ക്. നമുക്ക് എല്ലാവർക്കും കൂടെ നാളെ ഇവിടെ ഒന്ന് കൂടാം എന്ന് പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, ശരി ഞാൻ വീട്ടിൽ പോയിട്ട് നേരെ നിങ്ങളെ കാണാൻ വരും. നിങ്ങളെയൊക്കെ കണ്ടിട്ട് എത്ര നാളായി ചേച്ചി എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ ഫോണിൽ കൂടി ഇങ്ങനെ സന്തോഷിക്കുന്ന കാണുകയാണ് കേട്ടോ അനാമിക. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, എന്താ ഇവളുമാർ ഇത്ര സന്തോഷം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എന്താവാ ഇത്രയ്ക്ക് സന്തോഷിക്കാനായിട്ട്? എന്ത് സംഭവിച്ചോ? ലോട്ടറി അടിച്ചോ ഇവക്ക് വല്ലോ എന്നിങ്ങനെ പറയുക. അപ്പോഴേക്കും അനാമിക പറയുക, അതൊന്നുമല്ല, ആ നന്ദുവോ വിളിച്ചതെന്ന് തോന്നുന്നു. അവളുടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം ദേവയാനി നയനയോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര സന്തോഷം രാവിലെ രണ്ടു പേർക്കും എന്ന് ചോദിക്കുമ്പം നയന പറയാണ്, അതമ്മേ നന്ദുവാ വിളിച്ചത്. അവളുടെ ട്രെയിനിങ് ഒക്കെ ഇന്ന് കഴിയും, നാളെ അവൾ നാട്ടിലേക്ക് വരും. നാളെ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൾക്ക് പോസ്റ്റിംഗ് ആയത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ആ സന്തോഷം പങ്കുവെക്കുകയായിരുന്നു അവൾ എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പക്ഷേ ദേവയാനി അതൊന്നും പുറത്ത് കാണിക്കാതെ നിന്നിട്ട് പറയുന്നുണ്ട്, ആഹാ സ്വന്തം നാട്ടിൽ തന്നെയാണെങ്കിൽ അത് നല്ല കാര്യമാണല്ലോ, ദൂരെ എങ്ങും പോവുകയും വേണ്ട, ആദ്യത്തെ തന്നെ എക്സ്പീരിയൻസ് സ്വന്തം നാട്ടിലാവട്ടെ, അതല്ലേ നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നയന പറയാണ്, അത് നവീച്ചി നാളെ അവൾ ഇങ്ങോട്ട് വരും, നമുക്ക് അവൾക്കിവിടെ സദ്യയും പായസവും ഒക്കെ ഉണ്ടാക്കി വെക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമികയ്ക്ക് അങ്ങ് ചൊറിഞ്ഞ് കയറുകയാണ്. അനാമിക ജാനകിയോട് പറയാണ്, അവൾ നാളെ ഇങ്ങോട്ട് വരുമെന്ന് പറയുന്ന കേട്ടില്ലേ? ഞാൻ പല പ്രാവശ്യം താക്കീത് കൊടുത്തിട്ടതാ അവളോട് ഇങ്ങോട്ട് വരരുതെന്ന്. പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയും അവൾ ഇങ്ങോട്ട് വരുന്നതിന് സപ്പോർട്ടാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇനി ഇങ്ങോട്ട് വരുന്നത്. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് തടഞ്ഞേനെ. അപ്പോൾ ജാനകി പറയാം, എന്ത് ചെയ്യാൻ അനാമികയെ, അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പറയുമ്പം അച്ഛനും അമ്മയൊക്കെ പറയുന്നത് അവളുടെ ചേച്ചിമാർ ഇവിടെ ഉള്ളപ്പം അവൾ ഇങ്ങോട്ട് വരുമെന്നല്ലേ. പിന്നെ അതുപോലെ ഇപ്പം ഏടത്തേക്കും കുഴപ്പമൊന്നുമില്ല, കണ്ടോണം നാളെ സദ്യയൊക്കെ ഉണ്ടാക്കി വെക്കും. അനാമിക ജാനകിയോട് പറയാണ്, അമ്മ കണ്ടോണം, ഞാൻ പോയി വല്യമ്മയോട് സംസാരിക്കാം, എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് തിരിക്കാമെന്ന് നോക്കട്ടെ. അവൾ ഇവിടെ വരുമ്പം നല്ല ഒരു ബഹളം ഉണ്ടാക്കണം. വല്യമ്മയുടെ വായിന്ന് രണ്ട് നല്ല വർത്തമാനമൊക്കെ കേട്ടിട്ട് വേണം അവൾ പോകാൻ, അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ അനാമിക
ചെല്ലുകയാണ് കേട്ടോ ദേവയാനിയുടെ അടുത്തേക്ക്. എന്നിട്ട് അവിടെ നിൽക്കുകയാണ്. ആഹാ വല്യമ്മ ഇത് എവിടെ പോകാനൊരുങ്ങാ, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് എങ്ങോട്ടാ എന്ന് ചോദിക്കുക. അപ്പോൾ ദേവയാനി പറയാണ്, എനിക്ക് കട വരെ ഒന്ന് പോകണം ടൗണിൽ. എന്തിന്? അത് എനിക്കൊരു ഫോൺ വാങ്ങാനുണ്ട്. ഫോണോ? വല്യമ്മയുടെ ഫോണിന് എന്ത് പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ, ഈയിടെ വാങ്ങിയ പുതിയ ഐഫോൺ അല്ലേ അത്? അതെ, ഇത് വേറൊരു ഐഫോൺ വാങ്ങണം, പുതിയ മോഡൽ. ആഹാ വല്യമ്മ ഫോൺ മാറി മാറി വാങ്ങുകയല്ലേ? എനിക്കാണെങ്കിൽ ആ പഴയ ഐഫോൺ മാത്രമേ ഉള്ളൂ. അനിയാണെങ്കിൽ ഒരു പുതിയ ഫോൺ വാങ്ങാൻ പോലും സമ്മതിക്കില്ല, അതിനുള്ള പൈസ തരികയില്ല എന്ന് പറയുമ്പം ദേവയാനി പറയാണ്, ആ ഇത് എനിക്കല്ല മോളെ ഞാൻ വാങ്ങുന്നത്, ഇത് വേറൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണ്. ആണോ? എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു ഒരു പുതിയ മോഡൽ ഐഫോൺ വേണമെന്ന്. എന്ത് ചെയ്യാനാ, നമുക്ക് അതൊന്നും വാങ്ങിത്തരാൻ ആരുമില്ല. അപ്പോൾ ദേവയാനി പറയാണ്, മോളങ്ങനെ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഞാനിപ്പോൾ പോയി ഒരു പുതിയ ഐഫോൺ വാങ്ങുന്നത് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണ്. ആഹാ ഗിഫ്റ്റ് കൊടുക്കാനാണോ? ആർക്കാ വല്യമ്മ ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, അതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് തന്നെയാന്നേ, അതൊക്കെ മോൾക്ക് നാളെ മനസ്സിലാവും എന്ന് പറയാണ്. ആഹാ വല്യമ്മ ആർക്ക് കൊടുക്കാൻ ഐഫോൺ വാങ്ങുന്നത്, അതും ഇത്രയും വിലയുള്ളത്? ആ അതൊക്കെ ഞാൻ വാങ്ങിയിട്ട് വന്നിട്ട് പറയാം എന്ന് പറയാണ്. അപ്പം ഉടനെ തന്നെ അനാമിക പറയാണ്, അത് വല്യമ്മേ നാളെ ഞാൻ നന്ദു ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടില്ലേ, അവൾക്ക് SI ആയിട്ട് പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത് ഈ നാട്ടിൽ തന്നെയാണ്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ, അവൾ നാളെ വന്ന് ഇവിടെ ഞെളിയും. വല്യമ്മ അതിന് അനുവദിക്കരുത്, അവളുമാരെ അങ്ങനെ പൊങ്ങി ജീവിക്കാൻ അനുവദിക്കരുത്. നല്ല പറഞ്ഞോണം. ഇപ്പോൾ കണ്ടോണം നയനയും നവ്യയും കൂടി സദ്യയൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. വല്യമ്മ അതിനൊന്നും അനുവദിക്കരുത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, മോളെ അനാമികെ നീ ഇവിടെ നിൽക്ക്, ഞാനേതായാലും പോയി ഫോണൊക്കെ വാങ്ങിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഒന്നും കേൾക്കാത്ത ഭാഗത്തിന് അവിടുന്ന് പോവുകയാണ്. പോകുന്ന വഴി ഓർക്കുകയാണ് ദേവയാനി കേട്ടോ, പിന്നെ എൻ്റെ മരുമോളുടെ അനിയത്തിയാണ് അവളിവിടെ വരുന്നത് നയനിക്ക് സന്തോഷമാണ്. നയനിക്ക് സന്തോഷം ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ ചെയ്യുള്ളൂ. അത് തന്നെയല്ല, എനിക്ക് കരൾ വേണ്ടി വന്നപ്പോൾ അത് തന്നത് നയനയാണ്. അതിനെ സപ്പോർട്ട് ചെയ്ത് നിന്നതാണ് അവളുടെ വീട്ടുകാർ, അവളുടെ അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ. അതുകൊണ്ട് അവരെയെല്ലാം സംരക്ഷിക്കേണ്ട ചുമതല എനിക്ക് കൂടിയാണ് എന്ന് പറയാണ്. ഈ ഐഫോൺ ആർക്കാ വാങ്ങുന്നതെന്ന് അറിയുമ്പം അനാമിക അങ്ങ് ഞെട്ടിപ്പോവും. സാരില്ല, അതൊരു സസ്പെൻസായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഐഫോൺ വാങ്ങാനായിട്ട് പോവാണ് കേട്ടോ. അതേസമയം അനാമിക ഫോൺ എടുത്തിട്ട് രേവതിയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അമ്മേ ഒരു കാര്യം പറയട്ടെ, ആ നന്ദുവിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞു. ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് മുഴുവൻ നന്ദു അനിയുമായിട്ട് ഫോൺ വിളിക്കുകയായിരുന്നു. അവൻ എപ്പോഴും നന്ദുവിനെ വിളിച്ച് പാട്ട് പാടിക്കൊടുക്കുകയും കവിത ചൊല്ലിക്കൊടുക്കുകയും ഒക്കെ ചെയ്യായിരുന്നു. ഇനിയിപ്പം ഇന്ന് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അവനിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. നന്ദു നാളെ വരികയല്ലേ, പോരാത്തതിന് അവൾ നാളെ ഇങ്ങോട്ട് ചേച്ചിമാരുടെ സദ്യ ഉണ്ണാനായിട്ട് വരുന്നുണ്ട്. എന്ത്, നാളെ അനന്തപുരിയിലേക്ക് നന്ദു വരുന്നുണ്ടെന്ന്? ഉണ്ട്, അവളുടെ ചേച്ചിമാർ വിളിച്ചിരിക്കുക. പായസം കൂട്ടി സദ്യ ഉണ്ടാക്കി വെച്ചേക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓഹോ എനിക്കിതൊന്നും കാണാനുള്ള ശക്തിയില്ല. അപ്പം രേവതി പറയാണ്, എടി നീ അതെങ്ങനെയെങ്കിലും തടയണം, അനിയുള്ള അങ്ങോട്ട് അവൾ വരരുതെന്ന് പറയണം. അപ്പം അനാമിക പറയാണ്, പിന്നെ ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേൾക്കും, ആരും സമ്മതിക്കില്ല. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അതിന് തയ്യാറായിട്ടിരിക്കുകയാണ്. അവൾ ഇവിടെ വരണം, അവളുടെ ചേച്ചിമാർ രണ്ടുപേരും ഇവിടെയുണ്ട് എന്നൊക്കെയാണ് മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ, ഏതായാലും വരട്ടെ, വന്നിട്ട് പോട്ടെ, നാശം എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ രേവതി പറയുക, എടി അവൾക്ക് എവിടെയാടി പോസ്റ്റിങ്? നാളെ SI ആയിട്ട് ജോയിൻ ചെയ്യുമോ അവൾ? നാളെ ജോയിൻ ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അവൾക്ക് പോസ്റ്റിങ് നമ്മുടെ ഈ നാട്ടിൽ തന്നെയാണ്. എന്തായാലും നമ്മൾ കുടുങ്ങുമെന്നുള്ള കാര്യം ഏകദേശമൊക്കെ ഉറപ്പായി. അതെന്താണ് നമ്മൾ കുടുങ്ങുന്നത്? എൻ്റെ അമ്മേ, എന്തായാലും അവൾ ഈ നാട്ടിൽ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ പഴയ കേസ് ഫയലുകളൊക്കെ എടുത്ത് പരിശോധിക്കും. അതിൽ അച്ഛൻ്റെ കേസൊക്കെ ഇല്ലേ, ആ ചീറ്റിംഗ് കേസൊക്കെ, അങ്ങനെ എത്ര കേസ് കിടപ്പുണ്ട് അച്ഛൻ്റെ പേരിൽ തന്നെ, ഇതെല്ലാം അവൾ കാണില്ലേ? അതിൻ്റെ പുറകെ അവൾ നിന്നാൽ നമ്മളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അവൾക്ക് കിട്ടില്ലേ? പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മൾ പിന്നെ എങ്ങനെ അനന്തപുരിയെ പിടിച്ചു നിൽക്കും? അവളുമാരുടെ മുമ്പിൽ എങ്ങനെ തല ഉയർത്തി നിൽക്കും? ഓർക്കാൻ വയ്യ. എത്ര പ്രാവശ്യം കൊട്ടേഷൻ കൊടുത്തതാ അവളെ നശിപ്പിക്കാൻ, എന്നിട്ട് ഇതുവരെ അത് സാധിച്ചില്ല. അവസാനം അവളുടെ ട്രെയിനിങ് മുടങ്ങാൻ വേണ്ടിയിട്ട് കേസും പൊല്ലാപ്പും ഉണ്ടാക്കി. കുറേ പണം പോയതല്ലാതെ ഒന്നും സാധിച്ചില്ല. എന്തായാലും അവളുമാരുടെയൊക്കെ സമയം നല്ല ബെസ്റ്റ് സമയമാണ് എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് തല പെരുക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അതേസമയം പിറ്റേ ദിവസം രാവിലെ തന്നെ നയന അടുക്കളയിൽ ചെല്ലുമ്പോൾ ദേവയാനി പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. പണികളൊക്കെ ആരംഭിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് സദ്യക്കുള്ളത്. അപ്പോൾ നയന പറയുന്നുണ്ട്, ആഹാ അമ്മ ഇന്ന് നേരത്തെ എല്ലാ പണികളും ചെയ്തോ? ഞാനെന്നാ നേരത്തെ വന്ന എന്താണെന്ന് വെച്ചാൽ നന്ദു ഇന്ന് വരികയല്ലേ,
അവൾക്ക് കുറച്ച് സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു പായസമൊക്കെ വെക്കണം. അപ്പോൾ ദേവയാനി പറയാണ്, ഒരു പായസമല്ല 2 പായസം ആക്കിയേക്കാം, അതിനിപ്പോൾ എന്താ, ഞാൻ അതിനു വേണ്ടിയാണ് നേരത്തെ കയറി അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്തത്. അയ്യോ അമ്മ കയറുണ്ടായിരുന്നു, ഞാൻ നവ്യേച്ചിയും കൂടി ചെയ്തേനെ എന്ന് പറയുമ്പോഴേക്കും ഉടനെ തന്നെ ദേവയാനി പറയാ, അതെന്താ, ഞാനല്ലേ ഇപ്പോൾ കുറേ ആയിട്ട് പാചകം ചെയ്യാറ്, പിന്നെ എനിക്കറിയാൻ വയ്യേ എന്ന് ചോദിക്കണം. അതുപോലെ അല്ലല്ലോ അമ്മേ, ഇന്നൊരു ചെറിയ സദ്യയൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ലേ, നന്ദു വരുന്നതല്ലേ. അപ്പോൾ ദേവയാനി പറയാണ്, ഞാൻ സദ്യ ഉണ്ടാക്കിയാൽ എന്താ, സദ്യ ആവില്ലേ, നീ ഇന്നലെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു, നന്ദു വരുമ്പോൾ സദ്യ ഉണ്ടാക്കണം, പായസം വയ്ക്കണം എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മീനാക്ഷിയും നേരത്തെ വന്നിട്ടുണ്ട്, ഞങ്ങൾ 2 പേരും കൂടെ സദ്യയും പായസമൊക്കെ ഉണ്ടാക്കിക്കോളാം, നീ എവിടെയെങ്കിലും പോയിരുന്നോ എന്ന് പറയുമ്പം നയന പറയണം, അല്ല ഞാനും കൂടി ഉണ്ടാക്കാം, എൻ്റെ അനിയത്തിക്ക് കൊടുക്കാനുള്ളതല്ലേ, അപ്പോൾ ഞാനും കൂടി ചെയ്യുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞ് അടുക്കളയിൽ എല്ലാ കാര്യങ്ങളും റെഡിയാക്കണം കേട്ടോ. അതേസമയം നന്ദു ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നന്ദാവനത്തിലേക്കാണ് നേരെ പോകുന്നത്. നന്ദാവനത്തിൽ ചെന്ന് അച്ഛനെയും അമ്മയും കണ്ട് സന്തോഷം എല്ലാം പങ്കുവച്ചതിന് ശേഷം പറയുന്നുണ്ട് കേട്ടോ നന്ദു ഗോവിന്ദനോടും കനകയോടും, അമ്മേ ചേച്ചിമാരെ വിളിച്ചിട്ടുണ്ട് എന്നെ അങ്ങോട്ട് അനന്തപുരിയിലേക്ക്, ഞാൻ അങ്ങോട്ട് പോവാണ്, ഇന്നത്തെ ഉച്ചഭക്ഷണം അവിടെ നിന്നാണ്, സദ്യ ഉണ്ടാക്കി വെക്കാമെന്ന നയനേച്ചി പറഞ്ഞത്, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി, ഇന്ന് ഞാൻ അവിടെയാണ് ഉച്ചഭക്ഷണം. അപ്പം ഉടനെ കനക പറയാണ്, മോളെ നീ അങ്ങോട്ട് പോകണോ, ഇനി എന്തിനാ മോളെ അങ്ങോട്ട് പോകുന്നത്, നിനക്ക് ഓർമ്മയില്ലേ, പഴയ പ്രശ്നങ്ങളൊക്കെ നീ മറന്നോ, അവസാനം ആ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് ഉണ്ടാക്കിയ കള്ള കേസ് കൂടി അറിയത്തില്ലേ, ആ അനാമിക, അനിയും നീയും തമ്മിൽ വേണ്ടാത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അനാമിക ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. നീ അവിടെ ചെല്ലുന്നത് അനാമികയ്ക്കും അതുപോലെ തന്നെ ജാനകിക്കും ജലജയ്ക്കും ഒന്നും ഇഷ്ടമില്ല, പിന്നെ എന്തിനാ നീ അവിടെ ചെല്ലുന്നത്, അവിടെ ചെന്ന് ഇന്നാളത്തെ പോലെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് മോളെ. അമ്മയൊന്നും പേടിക്കേണ്ട, നീ അവൾ അവിടെ ഉണ്ടെന്ന് വെച്ച് എൻ്റെ ചേച്ചിമാരെ കാണാൻ എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ, ഞാൻ എന്തായാലും അനന്തപുരിയിലേക്ക് പോവാണ്, ഇന്നത്തെ ഉച്ചഭക്ഷണം ചേച്ചിമാരുടെ കൂടെ അവിടെയാണ് എന്ന് പറയാണ്. അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട്, മോളെ സൂക്ഷിച്ചൊക്കെ വേണം, അവിടെ ചെന്ന് ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്നും വേണ്ട, നിൻ്റെ 2 ചേച്ചിമാർ ജീവിക്കുന്ന വീടാണ്, അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് നീ, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ നന്ദു അവിടെ ചെല്ലുമ്പം തന്നെ നവിക്കും നയനിക്കും ഒരുപാട് ഇഷ്ടമാണ്, ഓടിച്ചെന്നിട്ട് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. നന്ദുമോളെ സുഖമായിരുന്നോ, നീ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞപ്പം അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ എന്നൊക്കെ പറയാണ് നവ്യ. പിന്നെ ക്ഷീണിച്ചു, ചേച്ചിയുടെ വയറ്റിലെ കുഞ്ഞാവിക്ക് എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ്, പുറത്തേക്ക് വരാറായിട്ടുണ്ടല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നന്ദുവും. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് കയറിയിരിക്കുകയാണ്. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, എന്നാൽ ഭക്ഷണം കഴിക്കാൻ നന്ദു വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പം അനാമികയ്ക്ക് ദേഷ്യം വരിക ജാനകിക്കും. ജാനകി പറയുന്നുണ്ട്, ഏടത്തി എന്തിനാ അവളെ ക്ഷണിച്ചിരുത്തുന്നത് ഭക്ഷണം കഴിക്കാൻ, പിന്നെ വീട്ടിലാരെങ്കിലും അതിഥികൾ വന്നാൽ അവരെ ക്ഷണിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരുത്തേണ്ടത് മര്യാദയല്ലേ ജാനകി, നമ്മൾ അങ്ങനെയല്ലേ ശീലിച്ചിട്ടുള്ളൂ എന്ന് പറയാണ്. അപ്പം നയനിയും നവ്യൊക്കെ പറയുന്നുണ്ട്, നന്ദു മോനെ വാ ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറയാണ്. അപ്പോൾ അനാമികയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് ദേവയാനി പറയാണ്, അവിടെ നിൽക്കുന്ന നന്ദു, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നന്ദുവിന് ഞാനൊരു സമ്മാനം വാങ്ങി വെച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും ജാനകി അനാമികയൊക്കെ എന്ത് സമ്മാനമാണ് ഇവർക്ക് കൊടുക്കാനായിട്ട് വച്ചിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നയനിക്ക് നവ്യക്കൊക്കെ സന്തോഷമാകുന്നുണ്ട്. ദേവയാനി പോയിട്ട് ആ ഐഫോൺ എടുത്തിട്ട് വരികയാണ്, വന്ന് നന്ദുവിന് കൊടുക്കാനായിട്ട് പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നന്ദു നേടിയത് ഒരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ, ഇഷ്ടപ്പെട്ട ജോലി ഈ ചെറുപ്രായത്തിൽ തന്നെ നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല. വിജയകരമായിട്ട് SI ട്രെയിനിങ് ഒക്കെ പൂർത്തിയാക്കി സ്വന്തം നാട്ടിൽ തന്നെ പോസ്റ്റിങ്ങും കിട്ടി, അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നന്ദുവിന് എന്തെങ്കിലും ഒരു സമ്മാനം തരണമെന്ന് ഞാൻ വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ പോയി പുതിയ മോഡൽ ഒരു ഐഫോൺ വാങ്ങിയത് എന്ന് പറയുകയാണ്. ഇത് നന്ദുവിനുള്ള എൻ്റെ സമ്മാനമാണെന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അയ്യോ ആദർശേട്ടൻ്റെ അമ്മേ, എനിക്കിതൊന്നും വേണ്ടായിരുന്നു, ഞാൻ ഇത്രയും വില കൂടി ഫോണൊന്നും കൊണ്ടു നടക്കാറില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പം ദേവയാനി പറയാണ്, അതെന്താ, നയനിക്ക് ഫോൺ വാങ്ങിക്കൊടുത്താൽ അവൾ വാങ്ങില്ല, അവൾക്കതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്, അവൾ വില കൂടിയ ഫോണുകളൊന്നും ഉപയോഗിക്കുന്നില്ല, ഞാനിത് നന്ദുവിനായിട്ട് വാങ്ങിയതാണ്, ഞാൻ തരുന്നതിൽ എന്തെങ്കിലും നീരസമുണ്ടോ നന്ദുവിന് എന്ന് ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ഓ ഇല്ല, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. അപ്പം നയന പറയാണ്, വാങ്ങിച്ചോ മോളെ, ആദർശേട്ടൻ്റെ അമ്മ തരുന്ന സമ്മാനമല്ലേ, മോളത് അർഹിക്കുന്നതുമാണ്,
ധൈര്യമായിട്ട് വാങ്ങിച്ചു എന്ന് പറയാണ്. അങ്ങനെ നന്ദു ദേവയാനിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങാണ്. ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുകയാണ് എല്ലാവരും. അതേസമയം ജാനകിക്കും അനാമികയ്ക്കും ഒന്നും അത് ഇഷ്ടപ്പെടുന്നില്ല. അനാമിക ഉടനെ തന്നെ ദേവയാനിയോട് ചോദിക്കുകയാണ്, വല്യമ്മ ഇവക്ക് കൊടുക്കാനാണോ ഈ 5 ലക്ഷം രൂപയുടെ ഫോണൊക്കെ വാങ്ങിയത്? ഞാൻ ഓർത്തു ഇതെനിക്ക് തരാനായിരിക്കുമെന്ന്. ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചതാണെന്നറിയാവോ ഇത്രയും വില കൂടിയ ഒരു ഐഫോൺ. എന്നിട്ട് ഇവക്കാണോ കൊടുക്കുന്നത് വല്യമ്മ? അതിനായിരുന്നോ വല്യമ്മ ഈ ഫോൺ വാങ്ങിയത്? എന്തൊരു മാറ്റമാണ് വല്യമ്മയ്ക്ക്. ഇവളുമാരുടെ അനിയത്തിക്ക് ഫോൺ. ഞാനിവിടെ ഇവളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വല്യമ്മയ്ക്ക് അറിയാം. എന്നിട്ടും വല്യമ്മ 5 ലക്ഷം രൂപയുടെ ഐഫോൺ വാങ്ങി ഇവക്ക് കൊടുക്കുന്നോ? ഇതെന്തൊരു മര്യാദയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അനാമികയെ നീ എന്നെ മര്യാദയൊന്നും പഠിപ്പിക്കണ്ട. നന്ദുവിന് അർഹിക്കുന്നത് തന്നെയാണ് ഞാൻ കൊടുത്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്ന് പറയാണ്. പിന്നെ അനാമികയ്ക്കൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. ദേവയാനി വിളിക്കുകയാണ് നന്ദുവിനെ, വന്നിരുന്ന് ഭക്ഷണം കഴിക്കുക, എല്ലാവരും വാ, നയനെ മോളെ വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് നയനെയും നവ്യയും നന്ദുവിനെയും ഒക്കെ ഒരുമിച്ചിരുത്തി ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. അനാമികയോടും പറയുന്നുണ്ട്, അനാമിക മോളെ നീയും ഇരിക്കുക, വല്യമ്മ വിളമ്പി തരാം. അപ്പോൾ അനാമിക പറയാണ്, വേണ്ട, ഇവളുമാർക്കൊക്കെ അങ്ങ് വിളമ്പി കൊടുത്താൽ മതി, ഞാൻ പിന്നെ വന്ന് തന്നെ വിളമ്പി കഴിച്ചോളാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കയറി പോവാണ് കേട്ടോ. ആ പുറകെ ജാനകിയും മുഖം വീർപ്പിച്ച് പോകുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്